ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ശ്രീ ഫഹദ് ഫാസിലിന്റെ ഈ വെളിപ്പെടുത്തലോടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ടോപ്പിക്കാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പലപ്പോഴും കുട്ടികളെ ബാധിക്കുന്ന ഒരു അവസ്ഥയായാണ് ADHD കരുതുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാനാകാറില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ADHD എന്നും കുട്ടികളിലും മുതിർന്നവരിലും ADHDയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി പറഞ്ഞുതരാം. ADHD കുട്ടികളെയും മുതിർന്നവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. ഒരു വ്യക്തിയിൽ ADHD ഉണ്ടാകാനുള്ള കാരണം വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ടില്ലെങ്കിലും അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ADHD ഉള്ള പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ജനറ്റിക്കലി കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. മറ്റൊന്നാണ് ബ്രെയിനിന്റെ ഘടനയിലും പ്രവർത്തനങ്ങളിലുമുള്ള വ്യത്യാസം. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ADHD ഉള്ളവരിൽ ബ്രെയിനിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിപ്പ വ്യത്യാസം കാണാറുണ്ടെന്നാണ്. കൂടാതെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിലും വ്യത്യാസം കണ്ടുവരാറുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ആക്സിഡന്റിന്റെ ഭാഗമായോ മറ്റോ ബ്രെയിനിൽ സംഭവിക്കുന്ന ഡാമേജുകളും ADHDക്ക് ഒരു കാരണമായേക്കാം. കുട്ടികളിലെ ADHD തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം പലപ്പോഴും ADHDയുടെ ഭാഗമായുള്ള ലക്ഷണങ്ങളെ കുട്ടികളുടെ അലസതയായും ശ്രദ്ധക്കുറവായും വികൃതിയായും തെറ്റിദ്ധരിച്ച് അവരെ വഴക്ക് പറഞ്ഞും ശിക്ഷിച്ചുമെല്ലാം അത് മാറ്റാനായി പാരൻസ് ശ്രമിക്കാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ ADHDയുടെ ഭാഗമായി ഉള്ളതാണോ എന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ വെല്ലുവിളി. ADHD ഉള്ള കുട്ടികളിൽ കാണുന്ന ചില പൊതു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാകുന്നത് സാധാരണയാണ്. പഠനത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് കാര്യങ്ങളിലും മനസ്സ് കേന്ദ്രീകരിക്കാനാകാതെ വരിക. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കണക്കിലെ ചോദ്യം മുഴുവനും ശരിയായി ചെയ്ത് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആൻസർ പേപ്പറിലേക്ക് ഉത്തരം എടുത്തെഴുതുമ്പോൾ തെറ്റായി എഴുതും. അതുപോലെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും മറവി ഉണ്ടാകുന്നത് ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടാകുന്ന പ്രശ്നമാണ്. സ്കൂൾ വിട്ടു വരുമ്പോൾ അവരുടെ പുസ്തകങ്ങളോ പേനയോ പെൻസിലോ ഒക്കെ മറന്നിട്ട് വരിക, അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുക, ഇങ്ങനെയും കണ്ടുവരാറുണ്ട്. ശാരീരികമായി നോക്കുകയാണെങ്കിൽ ഇവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഇരിക്കുമ്പോൾ കയ്യും കാലും അടക്കി വെക്കാതെ ചലിപ്പിച്ചുകൊണ്ടോ വിറപ്പിച്ചുകൊണ്ടോ ഇരിക്കുക, ആ ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കാതെ അസ്വസ്ഥമാകുക, ക്ലാസ്സിലാണെങ്കിൽ പോലും അടങ്ങിയിരിക്കാനാകാതെ നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുക, അവരോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വേറെ എവിടേക്കെങ്കിലും നോക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ ചെയ്യുക, ഡയറക്റ്റായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ക്ഷമ കിട്ടാതെ ഇടയിൽ കയറി സംസാരിക്കുക. ഇങ്ങനെയുള്ള നിരവധി ലക്ഷണങ്ങൾ ADHD ഉള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങളിൽ പലതും കുട്ടികളിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ സാധാരണമായി കണ്ടുവരാറുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തരം ലക്ഷണങ്ങളിൽ നിന്നും കുട്ടികളിലെ ADHD തിരിച്ചറിയുക എന്നത് പ്രധാനമാണെന്ന്. ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളുടെ പഠനത്തെയോ ദൈനംദിന കാര്യങ്ങളെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഇത് സ്ഥിരമായി കണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ADHD ആണോ എന്ന് ഒരു വിദഗ്ധ സഹായത്തോടെ ഉറപ്പുവരുത്തേണ്ടതാണ്. അഡൽട്ട് ADHD എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകും. ചിലരിൽ കുട്ടിക്കാലത്ത് ലക്ഷണങ്ങളൊന്നും കാര്യമായി പ്രകടമായെന്ന് വരില്ല. എന്നാൽ പ്രായപൂർത്തിയായതിനു ശേഷം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമാകും. ADHD ഉള്ള ചില ആളുകൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും പ്രകടമാകുക. ADHD ഉള്ള മുതിർന്ന ആളുകളിൽ കോമണായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഒരു പ്രധാന ലക്ഷണമാണ് സംഭാഷണങ്ങൾക്കിടയിൽ അസ്വസ്ഥരാകുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ക്ഷമ കാണിക്കാതിരിക്കുകയും ഇടയ്ക്ക് അങ്ങോട്ട് കയറി സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ADHDയുടെ ലക്ഷണമാകാം.
അതുപോലെ തന്നെ കൂടെയുള്ള ആൾ സംസാരിക്കുമ്പോൾ അയാൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏറെ സമയമെടുക്കുന്നതായി ഇത്തരക്കാർക്ക് തോന്നിയേക്കാം. മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനേ താല്പര്യമില്ല എന്ന അവസ്ഥയും ഇവരിലുണ്ടാകാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വളരെയധികം പരിശ്രമിക്കേണ്ടി വരികയും വളരെ വേഗത്തിൽ ജോലിയിൽ മടുപ്പോ ക്ഷീണമോ നേരിടുകയോ ചെയ്തേക്കാം. ജോലി ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായ കാര്യങ്ങളിലോ അനൗദ്യോഗികമായ കാര്യങ്ങളിലോ സമയകൃത്യത പാലിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൂടാതെ അമിതമായ ആവേശത്തിൽ വരിക, ഒരു ജോലിയിൽ ശ്രദ്ധ കൊടുക്കാനാകാതെ വരിക, അമിതമായ ദേഷ്യം, സ്ട്രെസ്, ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും മുതിർന്നവരിൽ കണ്ടുവരാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിനെ ഇത് ബാധിക്കാത്തിടത്തോളം ADHD ഗുരുതരമാണെന്ന് പറയാനാകില്ലെങ്കിലും ഇൻ കേസ് അവരുടെ ജോലി, സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് എന്നിവയിലൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ADHDയുടെ പല ലക്ഷണങ്ങളും ബൈപോളർ ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ളവയുമായി സാമ്യമുള്ളതുകൊണ്ട് രോഗനിർണയത്തിന് വിദഗ്ധ ഉപദേശം തേടുന്നതാണ് നല്ലത്. കുട്ടികളിൽ നേരത്തെയുള്ള രോഗനിർണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ വളരും തോറും അവരിലെ എടുത്തുചാട്ടവും ആവേശവും കുറഞ്ഞു വന്നേക്കാം. പക്ഷേ ADHD മൂലമുണ്ടാകുന്ന ശ്രദ്ധക്കുറവും മറ്റ് ലക്ഷണങ്ങളും നിലനിൽക്കും. ചികിത്സ എന്ന് പറയുമ്പോൾ ADHD ഉണ്ടാകാൻ കാരണമായ ബ്രെയിനിലെ ഹോർമോണുകളുടെ അസന്തുലനാവസ്ഥയെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള മരുന്നുകളാകും പ്രധാനമായും കൊടുക്കുന്നുണ്ടാകുക. അതോടൊപ്പം സൈക്കോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളും കുട്ടികളിലെ ADHD എന്ന അവസ്ഥ കുറച്ചു കൊണ്ടുവരാനും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ എത്തിക്കാനും സഹായിക്കും. മുതിർന്നവരിലും ADHD കംപ്ലീറ്റ് ആയി മാറ്റാനാകില്ലെങ്കിലും സൈക്കോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് ADHD കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്തു പോകാൻ സാധിക്കും. ഇന്നത്തെ ADHDയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് കൂട്ടുകാർക്കേവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകുക. യുവർ ഓൺ മെന്ററിന്റെ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.